കണ്ണൂർ കോർപ്പറേഷനിൽ രാഷ്ട്രീയ വിവാദങ്ങൾക്കപ്പുറം വികസനം ചർച്ചയാകുന്നു. കണ്ണൂരിന്റെ മുഖഛായ മാറ്റുന്ന പദ്ധതികളാണ് ദൃശ്യങ്ങൾ സഹിതം LDF പ്രഖ്യാപിച്ചത്. ഇതിന് ബദൽ വികസന പദ്ധതി പുറത്തിറക്കാനുള്ള ശ്രമത്തിലാണ് UDF. രാഹുൽ മാങ്കൂട്ടവും ശബരിമല സ്വർണ്ണക്കൊള്ളയും അഴിമതിയുമെല്ലാം കടന്ന് കണ്ണൂർ കോർപ്പറേഷനിൽ ഇപ്പോൾ LDFും UDFും കൊമ്പുകോർത്തിരിക്കുന്നത് വികസനത്തിലാണ്. കണ്ണൂരിന്റെ മുഖഛായ മാറ്റുമെന്ന വമ്പൻ പ്രഖ്യാപനവുമായി LDF ത്രിമാന ദൃശ്യങ്ങൾ സഹിതം വികസന പദ്ധതികൾ അവതരിപ്പിച്ചപ്പോൾ അതിനു മറുപടിയായി വികസനരേഖ അവതരിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് UDFും. CPM ജില്ലാ സെക്രട്ടറി KK രാഗേഷ് വ്യവസായ വാണിജ്യ മേഖലയിലെ പ്രമുഖരെ അടക്കം സാക്ഷി നിർത്തിയാണ് വികസന പദ്ധതികൾ പ്രഖ്യാപിച്ചത്. കണ്ണൂരിൽ സിവിൽ സർവീസ് അക്കാദമി, ജവഹർ സ്റ്റേഡിയത്തിന്റെ വികസനം, പഴയ ബസ് സ്റ്റാൻഡിൽ കോംപ്ലക്സും ആംഫി തിയേറ്ററും, ടൗൺ സ്ക്വയർ നവീകരണം, മാർക്കറ്റുകൾ, മൈതാനങ്ങൾ, മേലെ ചൊവ്വ ജംഗ്ഷൻ നവീകരണം, പയ്യാമ്പലത്തിന്റെ വികസനവും സൗന്ദര്യവൽക്കരണവും, സ്ട്രീറ്റ് ലൈറ്റുകൾ, അങ്ങനെ നീളുന്നു LDFിന്റെ പ്രഖ്യാപനങ്ങൾ. അതിന് ഫണ്ട് പ്രശ്നമാകില്ലെന്നും പറഞ്ഞത് നടപ്പാക്കുക എന്നതാണ് LDFിന്റെ രീതിയെന്നും KK രാഗേഷ് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കാഴ്ചപ്പാടുണ്ടെങ്കിൽ, ഇച്ഛാശക്തി ഉണ്ടെങ്കിൽ ഈ പറഞ്ഞതല്ല ഇതിനപ്പുറം നടക്കും. ഞങ്ങൾ ചെയ്യാൻ കഴിയുന്നതേ പറയൂ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞു. അതുകൊണ്ട് ഇത് യാഥാർത്ഥ്യമാക്കുന്ന പദ്ധതിയാണ്. 5 വർഷം കൊണ്ട് ഇടതുപക്ഷത്തിന് അവസരം കിട്ടിയാൽ കണ്ണൂർ നഗരത്തെ അക്ഷരാർത്ഥത്തിൽ മാതൃകാ നഗരമാക്കി ഞങ്ങൾ മാറ്റും എന്നുള്ളത് ഈ നാടിൻ്റെ ഉറപ്പാണ്, ഇടതുപക്ഷത്തിൻ്റെ ഉറപ്പാണ്. ഈ പ്രഖ്യാപനം ജനങ്ങളിൽ മികച്ച പ്രതികരണങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. LDFിന്റെ ഈ പ്രഖ്യാപനം നടപ്പാക്കാൻ പറ്റാത്തതാണെന്ന് UDF ആരോപിച്ചു. ജനങ്ങളെ പറഞ്ഞു പറ്റിക്കാനാണ് LDF ശ്രമിക്കുന്നതെന്നും നടപ്പാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ UDF ശനിയാഴ്ച ജനങ്ങൾക്ക് മുന്നിൽ വെക്കുമെന്നും DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് മാർട്ടിൻ ജോർജും മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അബ്ദുൽ കരീം ചേലേരിയും പറഞ്ഞു. കണ്ണൂർ കോർപ്പറേഷൻ കഴിഞ്ഞ 5 വർഷം നടത്തിയ വികസനത്തിന്റെ തുടർച്ച എന്നോണം മറ്റ് വികസന പ്രവർത്തനങ്ങൾ നടത്താൻ വേണ്ടിയുള്ള പദ്ധതികൾ ഐക്യജനാധിപത്യ മുന്നണി ആവിഷ്കരിച്ചിട്ടുണ്ട്. ഈ നാട്ടിലെ ജനങ്ങൾക്ക് അനുഭവവേദ്യമാകുന്ന പദ്ധതികൾ ആവിഷ്കരിക്കാൻ കഴിവും പ്രാപ്തിയും കെൽപ്പുമുള്ള മുന്നണിയാണ് ഐക്യജനാധിപത്യ മുന്നണി എന്നും അത് വരാനിരിക്കുന്ന നാളുകളിൽ നിങ്ങൾക്ക് ബോധ്യപ്പെടും എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. അതിനുവേണ്ടി കണ്ണൂർ പട്ടണത്തിൻ്റെയും സമീപ പ്രദേശങ്ങളുടെയും സമഗ്രമായിട്ടുള്ള വികസനം ലക്ഷ്യമിട്ടുകൊണ്ട് മിഷൻ 2030 എന്ന പേരിൽ ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ UDF തയ്യാറാക്കിയിട്ടുണ്ട്. അത് നാളെ വൈകുന്നേരം 6:30 മണിക്ക് കണ്ണൂർ ചേംബർ ഹാളിൽ വെച്ച് പൊതുജനങ്ങളുടെ മുമ്പാകെ UDF സമർപ്പിക്കുകയാണ്. അപ്പോൾ ഈ AI വീഡിയോ ആണോ യാഥാർത്ഥ്യമായി വരാൻ പോകുന്നത്, അതല്ല യാഥാർത്ഥ്യ ബോധത്തോടുകൂടി നേരത്തെ തന്നെ UDF തയ്യാറാക്കി വെച്ചിട്ടുള്ള മാസ്റ്റർ പ്ലാൻ ആണോ 2030 ഓടുകൂടി കണ്ണൂരിൽ പ്രാവർത്തികമാകാൻ പോകുന്നത് എന്ന് നിങ്ങൾക്ക് തിരിച്ചറിയും. BJPയും സ്മാർട്ട് സിറ്റി അടക്കം വമ്പൻ വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് മുന്നിൽ വെച്ചിട്ടുണ്ട്. കണ്ണൂർ കോർപ്പറേഷനിൽ അടിമുടി മാറ്റം അനിവാര്യമാണ്. രാഷ്ട്രീയ പോരിന് അപ്പുറം വികസനവും ചർച്ചയാകുന്നു എന്നത് ശുഭ പ്രതീക്ഷയുമാണ്. പണ്ടത്തെ പോലെയല്ല, പ്രഖ്യാപനങ്ങൾ എല്ലാം ജനങ്ങൾക്ക് മുന്നിൽ ഉണ്ടാകും. പറഞ്ഞ കാര്യങ്ങൾ നടപ്പാക്കിയില്ലെങ്കിൽ എങ്ങനെ പ്രതികരിക്കണമെന്ന ബോധ്യം ഈ നാടിനുമുണ്ട്. അത് മുന്നണികളും മറക്കരുത്. മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.